പരിചയസമ്പന്നരാലും പുതുമുഖങ്ങളാലും സമ്പന്നമാണ് മുന്നണികളുടെ കോഴിക്കോട്ടെ സ്ഥാനാർത്ഥി പട്ടിക. വിവിധ മേഖലകളിൽ നിന്നുള്ള വനിതകളുടെ പ്രാതിനിധ്യം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നു. തൊഴിലുറപ്പ് നൽകിയ ആത്മവിശ്വാസത്തിന്റെ ബലത്തിൽ മത്സരത്തിനിറങ്ങിയിരിക്കുകയാണ് കോഴിക്കോട് ചാത്തമംഗലം പഞ്ചായത്തിലെ 8ാം വാർഡ് സ്ഥാനാർത്ഥി ലീന. ചാത്തമംഗലം 8ാം വാർഡ് സ്ഥാനാർത്ഥി ലീനയെ അന്വേഷിച്ചിറങ്ങിയതാണ്. തൊഴിലുറപ്പ് സ്ഥലത്തുണ്ട് എന്നാണ് വിവരം ലഭിച്ചത്. ഇതിലാരാ സ്ഥാനാർത്ഥി? ആരാ സ്ഥാനാർത്ഥി? തൊഴിലുറപ്പ് സ്ഥലത്താണല്ലോ അല്ലേ? സ്ഥാനാർത്ഥിയാ? അതെ. വോട്ടൊന്നും ചോദിക്കാൻ പോകുന്നില്ലേ? വോട്ട് ചോദിക്കാൻ പണി കഴിഞ്ഞിട്ട് പോകും. എങ്ങനെയുണ്ട് പൊതുവെയുള്ള പ്രതികരണം? എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാത്ത പ്രതികരണം, നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ഉള്ളത്. കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്താ പറയുന്നത്? എല്ലാവരും ഞാൻ ജയിച്ചു വരട്ടെ എന്നുള്ളതാണ് പറയുന്നത്. ജയിച്ച് വന്നാൽ കാര്യമായിട്ട് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലും പിന്നെ വീടുകളില്ലാത്തവർക്ക് അത് നൽകണമെന്നുണ്ട്. പിന്നെ തെരുവ് വിളക്കുകൾ, റോഡുകൾ, അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നത് ഈ വാർഡിലുള്ള മുഴുവൻ ജനങ്ങൾക്കും അതിന് അർഹതപ്പെട്ടവർക്ക് എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നത്. കുറേ ആളുകളുണ്ട് കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുള്ളത്, പിന്നെ വീടിൻ്റെതും വല്ലാത്ത അവസ്ഥയാണ്. ഒന്നാമത് കൂടുതലായിട്ട് വരുന്നത് മാളികത്തോട്ടം കോളനിയിലെ പ്രശ്നങ്ങളാണ്. വീടില്ലാത്തതുണ്ട്, പിന്നെ പട്ടയമൊന്നും കിട്ടാതെ കോളനിയിലുള്ള ജനങ്ങളാകെ കഷ്ടപ്പെടുകയാണ്. പിന്നെ എല്ലാം വീടിൻ്റെ അവസ്ഥ കണ്ടാൽ പാവം തോന്നും. കുറേ വർഷങ്ങളായിട്ട് ആ കോളനി അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ എന്താണെന്നറിയില്ല, അവർക്ക് വീട് കിട്ടാത്ത. ഇപ്പോൾ എല്ലാവർക്കും വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് എന്നുള്ളത് പറയുന്നുണ്ട്, പക്ഷേ അവർക്ക് എന്താണ് കിട്ടാത്തതെന്നുള്ള അറിയില്ല. അപ്പോൾ അത് ഞാൻ ജയിച്ച് കഴിയുകയാണെങ്കിൽ അത് എങ്ങനെയാണ് നിറവേറ്റി കൊടുക്കാൻ പറ്റുന്നത് വെച്ചാൽ എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നുള്ളതാണ് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടെയുള്ള ആളുകൾ നല്ല സപ്പോർട്ടാണ്. പിന്നെ നല്ല വോട്ട് ചെയ്ത് ജയിപ്പിക്കാനാണ് കൂടെ പണിയെടുക്കുന്ന എല്ലാവരും പറയുന്നത്. പിന്നെ എന്താ പറയുന്നത് വെച്ചാൽ തൊഴിലുറപ്പിൽ അവർക്ക് കൂടുതൽ ജോലി എത്രയും പെട്ടെന്ന്, എന്താ വെച്ചാൽ ഇപ്പോൾ സമയം കഴിഞ്ഞിട്ടാണ് ജോലി വരുന്നത്. 100 പണിയായിട്ടില്ല ഞങ്ങളെ ഈ ഭാഗം. അപ്പോൾ അതൊക്കെ എത്രയും വേഗം നടപ്പിലാക്കാൻ. ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും സജീവമാണ്. വലിയ തിരക്കിലാണെന്ന് തോന്നുന്നു പാർട്ടി പ്രവർത്തകർ. ചേട്ടാ, എങ്ങനെ തെരഞ്ഞെടുപ്പ് ചൂടായോ? എന്താ തെരഞ്ഞെടുപ്പ് ചൂട് തന്നെയാണ്. നമുക്ക് ഇപ്രാവശ്യം എങ്ങനെയാലും ജയിക്കണം എന്നുള്ളൊരു പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 30 വോട്ടിനാണ് തോറ്റത്. ബോർഡ് വെക്കലൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. ഇനി അവസാന ഘട്ടത്തിലുള്ള ബോർഡുകളാണ് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ വീട് കയറി വന്ന് അതിന് ശേഷമുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ മിഥുൻ കെയറിനൊപ്പം എൻ അഭിലാഷ്, ജനം, കോഴിക്കോട്.